പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിരവധി പഠിപ്പിക്കലുകൾ നമുക്ക് പ്രചോദനം നൽകുന്നവ തന്നെയാണ്. അനുദിന ജീവിതത്തിൽ എപ്രകാരം നല്ല മനുഷ്യനായി ജീവിക്കണമെന്നുള്ള പാഠങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ പലപ്പോഴും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും അധികം മനുഷ്യൻ അനുകരിക്കേണ്ട ഒരു പാഠം ക്രിസ്തു തൻ്റെ തിരുവചനങ്ങൾക്കകത്ത് നൽകിയിട്ടുണ്ട്. ഇത് ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ അത്താഴം കഴിക്കുവാൻ വേണ്ടി ക്രിസ്തു പോകുമ്പോൾ അവൻ്റെ പാദത്തിനരികിൽ വന്നിരുന്നൊരു സ്ത്രീ സുഗന്ധതൈലം പൂശുന്നുണ്ട്. ആൾക്കൂട്ടങ്ങളുടെ മധ്യേ നിന്നുകൊണ്ട് യൂദാസ് പറയുന്നുണ്ട്, തടയണം അവളെ, അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുവാൻ അവളോട് പറയണമെന്ന്. ഉള്ളിൻ്റെ കണ്ണുനീര് മുഴുവൻ ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് ഒഴുക്കി തീർക്കുവാൻ വന്നവൾ കണ്ണുനീരും സുഗന്ധവും ക്രിസ്തുവിൻ്റെ പാദങ്ങളിലേക്ക് ഒഴുക്കി. ക്രിസ്തു പറഞ്ഞു, തടയേണ്ട അവളെ, അവളുടെ ആത്മാവിൽ നിങ്ങൾ ആരും പൊള്ളലേൽപ്പിക്കണ്ട. ക്രിസ്തു അവളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് മനുഷ്യനോട് കാണിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂല്യം എന്താണെന്നറിയാമോ? ഒരാളെയും നിങ്ങൾ പൊതുജനങ്ങളുടെ മധ്യേ അപമാനത്തിലേക്ക് തള്ളിയിടരുത്, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ. അത് നിങ്ങളോടൊപ്പം ഒരു പാത്രത്തിൽ ഉണ്ടുറങ്ങുന്നവരോ നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത അന്യമായ വ്യക്തിയോ ആയിക്കൊള്ളട്ടെ. ഒരാളുടെ ആത്മാവിനെയും കണ്ണുനീരിലേക്ക് ആഴ്ത്തുവാനോ അപമാനപ്പെടുത്തുവാനോ നിങ്ങൾക്കാരും അവകാശം നൽകിയിട്ടില്ല. മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും കുറഞ്ഞ ബഹുമാനത്തിൻ്റെ പേരാണ് ആത്മീയത. ഒരാളെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരാളുടെ ആത്മാവ് പോലും ഈ ലോകത്ത് അപമാനിതമായി മാറരുത്. അപ്രകാരം അപമാനത്തിന് വിധേയപ്പെട്ടാൽ നാളെ ഒരുപക്ഷെ അവരുടെ ആത്മാവ് വേദനയോടുകൂടെ ദൈവത്തിന് മുമ്പിൽ ഒരു നീതിക്ക് വേണ്ടി നിലവിളി നടത്തിയേക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.